ഇത് ഞങ്ങളുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ബീഫ് സ്റ്റൂ ആണ്. സാധാരണ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ തലേ ദിവസം ഇത് വേവിച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഇത് നമ്മൾ കറിയാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയാൻ മേല. ഇതൊരു നാടൻ രീതിയിലുള്ളൊരു ബീഫ് സ്റ്റൂ ആണ്. ഞാൻ അതിന് വേണ്ടി ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടുതൽ കുറച്ച് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ചായിട്ട് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. സാധാരണ നമ്മൾ സ്റ്റൂവിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഇതൊരു നാടൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിക്കാൻ വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം. അതിനായിട്ട് 2ാം പാലും 1ാം പാലുമായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇറച്ചി നന്നായിട്ട് വെന്ത ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് 1 or 2 വിസിൽ കൊടുത്ത ശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കടായി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സ്പൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് 1 or 2 സ്പൂൺ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2ാം പാലും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കണ്ട. നമുക്ക് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അവസാനം നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് ഇറക്കാം. അപ്പം ഞങ്ങൾ സാധാരണ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കുന്ന ഈ രീതിയിലുള്ള ബീഫ് സ്റ്റൂ ആണ്. മട്ടൺ സ്റ്റൂവും ചിക്കൻ സ്റ്റൂ ഒക്കെ വേറെ വേറെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു അമ്മമാരുടെ കൈപ്പുണ്യമുള്ള ഈ ഒരു ബീഫ് സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.